ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 4 കിലോമീറ്റർ നടന്നിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയൊരു കുട്ടി വ്ളോഗിനുള്ളൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് നമ്മളെ യാത്ര എന്ന് പറയുന്നത് ബസ്സിലാണ്. ബസ്സിൽ ജഹറ ടു മാലിയ, മാലിയ ടു അവന്യൂസ്. ഓക്കെ, അപ്പം അങ്ങനെ ബസ്സിൽ കയറി നമ്മളിങ്ങനെ ബാക്കത്തെ സീറ്റിലൊക്കെ പോയിരുന്ന്. ബസ്സിൽ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, ആകെ 2-3 ആൾക്കാരാണ് കയറിയിട്ടുള്ളത്. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഡ്രൈവറെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഏത് നമ്പർ ബസ്സിലാണ് കയറുക, മാലിയ ഇറങ്ങിയിട്ട്, അതേപോലെ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം ഒന്ന് നൈസായിട്ട് ഇത് ഫ്രണ്ടിൽ നിന്ന് ഒരു വ്യൂ ഒക്കെ എടുത്തതിന് ശേഷം നേരെ ബാക്കിൽ വന്നിരുന്നു. എന്നിട്ടൊരു സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തു. എങ്ങനെയുണ്ട് സെൽഫി? കുഴപ്പമില്ല. തൊട്ടപ്പുറത്ത് ഒരു അമ്മാവൻ എന്തൊക്കെയോ നോക്കുന്നുണ്ട് പേപ്പറിൽ. പിന്നെ ഗൈസ്, ആരെങ്കിലുമൊക്കെ ഹൗസ് ഡ്രൈവർമാർ ആരെങ്കിലുമൊക്കെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീണ്ടും അമ്മാവനെ കാണിക്കുന്നുണ്ട്. അമ്മാവൻ പൈസ ഒക്കെ ഉണ്ടെന്നുണ്ട്. ആള് ഒക്കെയാണ്, എല്ലാം തർത്തീബാക്കി വെക്കുന്നുണ്ട്. വീണ്ടും ആൾക്കാർ കയറുന്നുണ്ട്. ചിലവര് കയറുന്നത് ടിക്കറ്റ് കൊടുക്കുന്നില്ല. ഇവിടുത്തെ ബസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ അടുത്താണ് ടിക്കറ്റ് ഉള്ളത്. നേരെ ക്യാഷ് കൊടുക്കുക, അത് കഴിഞ്ഞ് ആ ടിക്കറ്റ് മേടിക്കാൻ നേരെ വന്ന് സീറ്റിലിരിക്കുക. പിന്നെ ആൾക്കാർ കയറുന്നുണ്ട്, ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാർ. അതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സംശയം, ഈ KNPC എന്നാണോ എന്നുള്ളത് ശരിക്കായിട്ടുള്ള ഓർമ്മയില്ല. KNPC എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെന്ന് തോന്നുന്നത് ടിക്കറ്റ് ആവശ്യമില്ലാത്തത്. അതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടിയുള്ള ഒരു അറിവായിക്കോട്ടെ. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം. കണ്ടോ, ആ ചേട്ടപ്പോ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ മൂപ്പര് സീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. എന്റെ ടിക്കറ്റ് ഇതാണ്, 250 ഫിൽസ് ആണ് ഇവിടുത്തെ ടിക്കറ്റ്. ഇവിടുന്ന് ജഹറ ടു മാലിയ 250 ഫിൽസേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മാലിയയിലെത്തിയിട്ട് ബസ് ഇറങ്ങി. ആ ഫ്രണ്ടിലത്തെ ഇവിടെ അധികം ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളി, അതിന് മുന്നിൽ ഒരു KFC. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് നേരെ തൊട്ടപ്പുറത്തുള്ള ഒരു തട്ടുകടയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാലിയയിൽ ബസ് ഇറങ്ങിയാൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പില് ഫേമസ് ആയിട്ടുള്ള ഒരു തട്ടുകടയാണ്. TVS എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പേര്. നേപ്പാളീസ് ആണോ എന്നൊരു സംശയം. സംസാരിച്ചിട്ടില്ല അവരായിട്ട്. പക്ഷെ ഇവിടെ എല്ലാത്തര പലഹാരങ്ങളും ഉണ്ട്. എണ്ണക്കടി ഐറ്റംസ് എല്ലാം ഉണ്ട്. അതേപോലെ മിക്സർ, ഗുലാബ് ജാം, എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ അതിന്ന് നൈസായിട്ട് വടയാണ് ചോദിച്ചത്. അപ്പൊ അവര് വട നമുക്ക് പ്ലേറ്റിലാക്കി തന്നു. ചമ്മന്തി കഴിച്ചു, പിന്നെ എന്തോ ഒരു സംഭവം എരിവിന് അതും തന്നു. എന്നിട്ട് നമ്മളത് കഴിച്ചിട്ട് ഇങ്ങനെ നിന്നു. നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ സംഭവമാണ്. നമ്മൾ നൈസായിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കഴിക്കൽ കഴിഞ്ഞു, റോഡ് ക്രോസ് ചെയ്തു. അങ്ങനെ ഇപ്പുറത്തെത്തി. അവന്യൂസിക്കുള്ള ബസ്സും കാത്തിട്ട് അവിടെ ഡബിൾ ട്രക്ക് ബസ് നിൽക്കുന്നത് കണ്ടു. നമ്മളെ ബസ് നമ്പർ എന്ന് പറയുന്നത് 59 ആണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. അതിനുശേഷം പുറത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് നൈസായിട്ട് എടുത്തു. പിന്നെ അങ്ങനെ ഇരുന്നു അവന്യൂസ് എത്തുന്നത് വരെ. ഇടയ്ക്ക് നമുക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല. വേറെ ബസ് ആയതുകൊണ്ട് പരിചയമില്ലാത്ത ഒരു ഡ്രൈവറാണ്. സംസാരിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറല്ല മൂപ്പര്. എന്നാലും ചോദിച്ചറിഞ്ഞു, ലൊക്കേഷനൊക്കെ ഇട്ടു. ഇങ്ങനെ പോയി. പിന്നെ ഇക്കേന്റെ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഏകദേശം ഇവിടെയാണ് എന്നുള്ളത്. അങ്ങനെ ആളെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് തൊട്ടപ്പുറത്തെ സ്റ്റോപ്പാണ് എന്നുള്ളത്. അതിന് നമ്മൾ തൊട്ടപ്പുറത്തെ ഇക്കേന്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. നമ്മളങ്ങനെ ഇക്കിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇതാ കാണുന്നതാണ് ഇക്കിയ. ഒരു അവന്യൂസിലേക്കുള്ള ഒരു എൻട്രി ഇതാ ഇവിടുന്നാണ്. പിന്നെന്ന് പറയുന്നത് ഇതാണ് അവന്യൂസിലേക്കുള്ള ഒരു എൻട്രി. തൊട്ട് റൈറ്റ് സൈഡിൽ ഇക്കിയക്കുള്ളതും, ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സൈറ്റിലേക്കുള്ളതാണ്. പിന്നെ എക്സൈറ്റിന്റെ വീഡിയോ ഞാൻ മുന്നിട്ടായിരുന്നു. അപ്പൊ കാണാത്തവരൊന്നും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. എന്നിട്ട് സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ബാഗ് ചെക്കിങ്ങിനായിട്ട് കൊടുത്തു. അതിനുശേഷം തിരിച്ച് നമ്മൾ ബാഗ് എടുത്തു. ചെക്കിങ് കഴിഞ്ഞു, ബാഗ് എടുത്തു. എന്നിട്ട് നമുക്ക് പോകേണ്ട സ്ഥലം തെരഞ്ഞിട്ടുള്ള നടത്തായി. അങ്ങനെ നമ്മള് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന പോലെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു അബായ ഷോപ്പാണ്. നമുക്കിന്നിപ്പോ ഒരു അബായയാണ് ഇവിടുന്ന് മേടിക്കേണ്ടത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന്റെ ഉള്ളിൽ കയറി. അവിടെ ഒരു ഫിലിപ്പീനി ആയിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ മിനിമം വരുന്നത് 20 ദിനാറാ. നാട്ടിലത്തെ ഒരു 5750 അങ്ങനെയൊക്കെ. സ്റ്റാർട്ടിങ് ഒക്കെ അതാണ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞു നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി. ഇതാണ് റോണ്ടോ ബോട്ടിൽ അവന്യൂസ്. ഇത് അവന്യൂസ് എന്നുള്ള മാളിൻ്റെ പേരൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് നൈസായിട്ട് നമ്മളൊരു ടാക്സി പിടിച്ചു.
പിന്നെ ഗൈസ് ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടില്ല, ആദ്യത്തിലൊരു അവന്യൂസിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോ എനിക്കൊരു തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനൊരു 4 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും ഈ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്.